ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബ്രഹ്മമന്ത്രം മാന്ത്രിക നോവൽ അധ്യായം 5 പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബ്രഹ്മമന്ത്രം നോവൽ തുടർച്ച അധ്യായം 5. 2 മണിക്കൂറോളം നീണ്ട പൂജ. അവസാനം സംതൃപ്തമായ മനസ്സോടെ ഭദ്രൻ എഴുന്നേറ്റു. നമ്മളെ ഒരിക്കലും ചാമുണ്ഡി ദേവി കൈവിടില്ലെത്ത. പക്ഷേ ഒന്ന് നമ്മൾ ചെയ്യണം. ഈ ദേവിയുടെ ഒരു ചൈതന്യം തന്നെയാണ് ചെറുകുന്നത്ത് തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ആ ചൈതന്യം പക്ഷെ അവിടെ തികച്ചും അസ്വസ്ഥയാണ്. നരനാരായണൻ്റെ പിടിയിൽ നിന്നും ആ ചൈതന്യത്തെ മോചിപ്പിച്ച് ശുദ്ധജലത്തിൽ വിലയം പ്രാപിക്കണം. അങ്ങനെ വന്ന ആ നിമിഷം നരനാരായണൻ്റെ അന്ത്യമാണ്. എങ്കിൽ നമുക്ക് എത്രയും വേഗം അത് ചെയ്യണം. ഭദ്രനൊന്ന് ചിരിച്ചു. വിചാരിക്കുന്നത് പോലെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദ്യം വേണ്ടത് നരനാരായണൻ്റെ ശക്തി കുറയ്ക്കുകയാണ്. മൂർത്തികളെ അയാളിൽ നിന്നും അകറ്റുകയാണ്. സാരമില്ല. ഭദ്രൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അതിനൊക്കെ വേണ്ടത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ ഒന്നിച്ചിരുന്ന് ഭദ്രൻ കൊണ്ടുവന്ന 2ാമത്തെ പൊതി തുറന്നു. അതിൽ ഭക്ഷണമായിരുന്നു. 2 തവണത്തേക്കുള്ളത്. അതിലൊരു പൊതിയെടുത്ത് പകുത്തു കഴിക്കുന്നതിനിടയിൽ ഭദ്രൻ പറഞ്ഞു, രാത്രി നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല. അങ്ങനെ ശീലമാക്കി എടുക്കണം. എനിക്ക് സന്തോഷമേ ഉള്ളൂ ഭദ്രേട്ട. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. ആ കാവിനുള്ളിൽ അവർ ഇരുവരും പുറത്തൊരു ജീവി പോലും അറിയാതെ കഴിയുകയാണ്. എന്നാൽ ചെറുകുന്നത്ത് തറവാട്ടിൽ നിന്നും ബ്രഹ്മദത്തനുമായി മടങ്ങിയ ഭദ്രൻ വെറുതെ ഇരിക്കില്ലെന്ന് നരനാരായണന് വ്യക്തമായി അറിയാമായിരുന്നു. കാരണം തന്നോടുള്ള പക ഭദ്രന് 1ഓ 2ഓ ജന്മം കഴിഞ്ഞാലും തീർന്നെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭദ്രൻ്റെ ഓരോ നീക്കവും മുൻകൂട്ടി കാണണം എന്നുറച്ചു കഴിഞ്ഞിരുന്നു നരനാരായണൻ. ആ വിചാരത്തോടെ ഒരു നാൾ ത്രിസന്ധ്യയ്ക്ക് അയാൾ തൻ്റെ പൂജാമുറിയിൽ കയറി. കാവിനുള്ളിൽ ചാമുണ്ടിയെ പൂജിക്കുകയായിരുന്നു അപ്പോൾ ഭദ്രൻ. പെട്ടെന്ന് അയാൾ ഞെട്ടലോടെ കണ്ണു തുറന്നു. കാവിനുള്ളിൽ ചാമുണ്ഡി ദേവിയുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഭദ്രൻ്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ബ്രഹ്മദത്തനും ആ ഞെട്ടൽ കണ്ടു. അവൻ്റെ മുഖം ചുളിഞ്ഞു. ഒരു മാത്ര ചാമുണ്ഡി ദേവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് ഭദ്രൻ പെട്ടെന്നൊരു പിടി കുങ്കുമം വാരി വലതു കൈവെള്ളയിൽ വെച്ച് ദേവീ വിഗ്രഹത്തിന് മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണടച്ചു. ചുണ്ടുകളിലെ ചലനം തിടുക്കത്തിൽ എന്തോ മന്ത്രം ചെല്ലുന്നതിൻ്റേതാണെന്ന് ബ്രഹ്മദത്തൻ തിരിച്ചറിഞ്ഞു. മന്ത്രം ചെല്ലൽ പൂർത്തിയായ നിമിഷത്തിൽ ഭദ്രൻ ആ കുങ്കുമത്തിലേക്ക് നോക്കി. മാറ്റം പെടുന്നനെയായിരുന്നു. രക്തവർണമായിരുന്ന കുങ്കുമം പെട്ടെന്ന് കരിപ്പടി പോലെയായി. ഭദ്രൻ അത് മുകളിലേക്കെറിഞ്ഞു. മിഴിച്ചിരുന്നു പോയി ബ്രഹ്മദത്തൻ. തൻ്റെയും ഭദ്രേട്ടൻ്റെയും ദേഹത്ത് ആ കരിപ്പൊടി ചിതറി വീഴും എന്ന് കരുതിയ അവന് തെറ്റി. ഒരൊറ്റ കണിക പോലും താഴേക്ക് വന്നില്ല. ഒരു മാത്ര കൊണ്ട് കാന്തത്തിൽ ഇരുമ്പുപൊടി പറ്റുന്നത് പോലെ അവ മുകളിലേക്ക് പോയി. ഭദ്രൻ്റെ കൈവളയിൽ പോലും ഒരു ചെറിയൊരു തരി അവശേഷിച്ചിരുന്നില്ല. എവിടേക്കാണ് അവ പോയത്? അതിൻ്റെ ഉത്തരം ഭദ്രന് മാത്രം അറിയാമായിരുന്നു. തൻ്റെ കയ്യിൽ നിന്നും പോയ പൊടി അതിൻ്റെ 100,000 ഇരട്ടിയായി ആ കാവിൻ്റെ മുകൾ ഭാഗത്ത് അവ്യക്തമായ ഒരു പാട തീർത്തിരിക്കും. ഇനി ഏത് മാന്ത്രികൻ നോക്കിയാലും താനും ബ്രഹ്മദത്തനും ഇരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. പൂജ പൂർത്തിയായതിനു ശേഷം ഭദ്രൻ അക്കാര്യം ബ്രഹ്മദത്തന് വിശദീകരിച്ചു കൊടുത്തു. നമ്മുടെ സ്ഥാനം അറിയാൻ ആരോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് നരനാരായണൻ അല്ലാതെ പിന്നെ ആരാണ്? ഇനിയിപ്പോൾ അയാളുടെ മനക്കണ്ണുകളിലോ മഷിത്തോട്ടത്തിലോ ഒരിക്കലും ഈ കാവ് തെളിഞ്ഞു വരില്ല. ബ്രഹ്മദത്തൻ ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. അപ്പോൾ തനിക്ക് എവിടെയാണ് പിഴവ് പറ്റിയതെന്നറിയാതെ ആദ്യം മുതൽ ചെയ്ത കർമ്മങ്ങൾ ഓരോന്നും മനസ്സിൽ കൂട്ടി നോക്കുകയായിരുന്നു അയാൾ. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഒരിക്കൽ ഭദ്രൻ പൂജാസാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് 4 മണിയോടുകൂടി നടന്നു വരികയായിരുന്നു. കർഷകർ അധിവസിക്കുന്ന ഒരു പ്രദേശമുണ്ടായിരുന്നു അവിടെ. ഏറിയാൽ 8ഓ 10ഓ കുടുംബങ്ങൾ. വഴിയരികിൽ ഒരാൾക്കൂട്ടം കണ്ട് അയാൾ നിന്നു. നോക്കുമ്പോൾ 10ഓ 12ഓ വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ നിശ്ചലമായ ശരീരം. കരിനീല നിറമായിരുന്നു അവൾക്ക്. അവൾക്കരികിലിരുന്ന ഒരു സ്ത്രീയും പുരുഷനും വാവിട്ട് നിലവിളിക്കുകയും നെഞ്ചത്തടിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടി സർപ്പദംശനമേറ്റാണ് മരിച്ചതെന്ന് ഭദ്രന് ഉറപ്പായി. മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നും അയാൾക്ക് കുറേ കാര്യങ്ങൾ കൂടി വ്യക്തമായി. എന്നാലും കഷ്ടമായിപ്പോയി. ബാക്കിയുള്ള 4 പാമ്പ് അടിച്ചു കൊന്നപ്പോൾ ഈ ഒന്നിനെയെങ്കിലും ഈശ്വരൻ ഇവർക്ക് നൽകിയെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ നരനാരായണൻ തമ്പുരാനെ വെല്ലുവിളിച്ച ആർക്കെങ്കിലും ആയുസ്സെത്തി മരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റൊരാൾ.
ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് കരുതി നടക്കാൻ ഭാവിക്കുകയായിരുന്ന ഭദ്രൻ്റെ കാലുകൾ നരനാരായണൻ എന്ന പേര് കേട്ടതും പെട്ടെന്ന് നിശ്ചലമായി. അപ്പോൾ വേറൊരാൾ പറയുന്നു, അയാൾ കണ്ണി ചോരയില്ലാത്ത ചെകുത്താനല്ലയോ? ഇവരുടെ മൂത്ത കൊച്ച് അയാളുടെ കരണത്തടിച്ച അയാൾ നോക്കിയിരിക്കുമോ? ഇത്രയുമൊക്കെ കേട്ടപ്പോൾ എന്താണ് വാസ്തവത്തിൽ നടന്നതെന്ന് അറിയണമെന്നുള്ള ആകാംക്ഷയായി ഭദ്രന്. അയാൾ അല്പം പ്രായമായ ഒരു മനുഷ്യനെ അപ്പുറത്തേക്ക് വിളിച്ച് മാറ്റി നിർത്തി കാര്യം തിരക്കി. ആ മനുഷ്യൻ കാര്യം പറഞ്ഞു. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടേ. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. ഈ ചത്ത് കിടക്കുന്ന കൊച്ചിൻ്റെ ഏറ്റവും മൂത്ത ഒരു പെണ്ണുണ്ടായിരുന്നു. കാണാൻ അതിസുന്ദരിയാണ്. ഞങ്ങൾ കൃഷിക്കാരുടെ പെഞ്ഞുകൊച്ചുങ്ങളുടെ കൂട്ടത്തിൽ റാണിയായിരുന്നു അവൾ. സ്വന്തം മകൾക്ക് വല്ലതും വന്നുപോയാൽ ആർക്കും ഒരു വിഷമം തോന്നുകയില്ല. എന്നാൽ പ്രാക്കുട്ടിക്ക്, അതായിരുന്നു അവൻ്റെ പേര്, വല്ലതും വന്നാൽ ആരും സഹിക്കുകയില്ല. അവൾക്കൊരു പനി വന്നാൽ പോലും ആരും ഒന്ന് കൃഷിയെടുത്ത് പോവുകയില്ല. അവൾ ഞങ്ങളുടെയൊക്കെ സ്വന്തമായിരുന്നേ. ആ മനുഷ്യൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ച് തുടർന്നു. എല്ലാം പോയത് ഇടവപ്പാതി മഴ പെയ്യുന്ന ഒരു രാത്രിയിലാണ്. ഇവിടെയൊക്കെ വെള്ളം കയറി. ഓർമ്മയിലെന്ന വണ്ണം അയാൾ തുടർന്നു. പുരയ്ക്കകത്തൊക്കെ വെള്ളം. വല്ലതും വയ്ക്കാനോ കഴിക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങളൊക്കെ കുന്നിമുകളിൽ കയറി. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ക്ഷുദ്രജന്തുക്കളും ഒക്കെ ഉണ്ടേ. അന്ന് ഈ പ്രാക്കുട്ടിക്ക് 14 വയസ്സാണ്. അവൾക്ക് ഏറ്റവും ഇളയത്. ഈ ചത്ത് കിടക്കുന്ന കൊച്ചിന് 2 പ്രായം. 5 പെൺകൊച്ചുങ്ങളാന്നേ കണാരനും സരസ്വതിക്കും. കൂടുതലൊന്നും പറയണ്ടല്ലോ. അന്ന് വള്ളത്തിൽ നരനാരായണൻ നമ്പൂതിരി ഈ വഴിക്ക് വന്നു. അകലെങ്ങാനും പോയച്ച് വെള്ളപ്പൊക്കമായതിനാൽ വരുന്ന വരവാണേ. ഒറ്റക്കണ്ണാലെ അങ്ങേര് പ്രാക്കൂട്ടിയെ കണ്ടു. നിർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ. അപ്പോൾ തന്നെ പ്രാക്കൂട്ടിനെ ഒരു പാമ്പ് കടിച്ചു. വിഷഹാരിയുടെ വീട്ടിൽ പോകണമെങ്കിൽ വള്ളം വേണം. നരനാരായണൻ നമ്പുരാനോട് വള്ളം കടം ചോദിച്ചു. അങ്ങേര് വിഷം കുട്ടിയുടെ ദേഹത്ത് നിന്ന് ഇറക്കാമെന്ന് സമ്മതിച്ചു. അങ്ങേര് പറഞ്ഞ പ്രകാരം ഞങ്ങൾ പെട്ടെന്നൊരു മറയുണ്ടാക്കി. പ്രാക്കൂട്ടി അതിനകത്ത് കടത്തി. നരനാരായണൻ തമ്പുരാൻ ചികിത്സക്കായിട്ട് അങ്ങോട്ടകത്തേക്ക് കയറി. ഞങ്ങളുടെയൊക്കെ അവിടുന്ന് മാറി നിൽക്കണമെന്നും പാമ്പ് വന്ന് വിഷം കൊത്തിയെടുക്കുമെന്നും പറഞ്ഞിരുന്നു. ഞങ്ങളൊക്കെ മാറി നിന്നു. പാമ്പ് വന്ന് വിഷം കൊത്തിയെടുക്കുകയും ചെയ്തു. പ്രാക്കൂട്ടി രക്ഷപ്പെട്ടു. ഞങ്ങളെല്ലാം ചേർന്ന് നരനാരായണന് ഒരു സ്വീകരണവും നൽകി. പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രാക്കൂട്ടി അയാളുടെ കരണത്തടിച്ചു. ഞങ്ങളും ഞെട്ടിപ്പോയി. പിന്നെ അറിഞ്ഞത് പാമ്പ് ചികിത്സയെന്ന് പറഞ്ഞ അയാൾ ഞങ്ങളെ രാജകുമാരിനെ നശിപ്പിച്ചു എന്നു. ആളുകൾ അയാളെ കൊന്നേനെ. പക്ഷെ പ്രാക്കുട്ടിയുടെ ജീവൻ രക്ഷിച്ചയാളാ. ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കണാരൻ ഞങ്ങളുടെ കാല് പിടിച്ചു. തിരികെ പോകാൻ വള്ളത്തിൽ കയറും മുൻപ് നരനാരായണൻ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ജീവൻ രക്ഷിച്ച എന്നെ തല്ലി. ഇന്നേക്ക് 3-ാം പക്കം ഇവിടെ അന്ത്യ. ഇവളെയും ഇവളത്തുങ്ങളെയും ഇവളുടെ പ്രായം എത്തും മുൻപേ സർപ്പദംശനം ഏറ്റു മരിക്കും. ആ പറഞ്ഞതുപോലെ സംഭവിച്ചു. 3-ാം നാൾ ഞങ്ങളുടെ രാജകുമാരി പാക്കുട്ടി മരിച്ചു. പാമ്പ് കൊത്തി തന്നെ. കണാറിൻ്റെ ബാക്കി മക്കളും 14 തികയും മുൻപേ പോയി. അവസാനം ഇവളും. ഭദ്രന് കാര്യങ്ങൾ വ്യക്തമായി. നിങ്ങൾ ഈ കുട്ടിയെ വിഷഹാരിയുടെ അടുത്തോ ഏതെങ്കിലും ആശുപത്രിയിലോ കൊണ്ടുപോയോ? ഇല്ല. അതെന്താ? ചത്തയാൾ ജീവിച്ചു വരുമോ? ഭദ്രൻ അല്പനേരം ഒന്ന് ചിന്തിച്ചു നിന്നു. നരനാരായണനെക്കുറിച്ച് ഇവൾക്ക് ഭയങ്കര വിശ്വാസമാണുള്ളത്. അയാൾ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നും അതിലുപരി ഒന്നുമില്ലെന്ന് ഈ പാവങ്ങൾ വിശ്വസിക്കുന്നു. അത് തിരുത്തണം. ഭദ്രൻ കാത്തുനിന്നു. കർഷകർ അവിടെ ഏകോദര സഹോദരങ്ങളെപ്പോലെയാണെന്ന് അയാൾക്ക് മനസ്സിലായി. പെൺകുട്ടിക്ക് വേണ്ടി മാവ് വെട്ടാനും ചിതയൊരുക്കാനും അവിടെ ധാരാളം പേരുണ്ടായിരുന്നു. സ്വന്തം വീട്ടിലെ ഒരംഗം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു ഓരോരുത്തർക്കും. അവസാനം ചിതയ്ക്കുള്ള സാധന സാമഗ്രികൾ ഒരുങ്ങി. പെൺകുട്ടിയെ മാവിൻ വിറകിൻ മുകളിൽ കിടത്തി. എത്രയും വേഗം കാവിലെത്തിയില്ലെങ്കിൽ തൻ്റെ പൂജകൾ മുടങ്ങുമെന്ന് ഭദ്രൻ ഓർത്തു. പക്ഷേ നരനാരായണനെ പരാജയപ്പെടുത്താനുള്ള ഈ അവസരം താൻ നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. പെട്ടെന്ന് എന്തോ തീരുമാനിച്ചതുപോലെ ഭദ്രൻ ചിതക്കരികിലേക്ക് നീങ്ങി. നിർത്തൂ! അയാളുടെ ശബ്ദം കേട്ട് സകലരും ഞെട്ടിത്തിരിഞ്ഞു. നരനാരായണൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞ 4 തവണ പെൺകുട്ടികൾക്ക് ചിതയൊരുക്കിയവരല്ലേ നിങ്ങൾ? അതെ. അങ്ങനെ പറയുന്നതിനിടയിൽ തന്നെ അത്ഭുതത്തോടെ ആളുകൾ ഭദ്രനെ നോക്കുകയും ചെയ്തു. ഇനി ഈ പെൺകുട്ടി ജീവിക്കില്ല എന്ന് തന്നെയല്ലേ നിങ്ങളുടെ വിശ്വാസം? അതെ. ഏകസ്വരത്തിലാണ് അവർ പറഞ്ഞത്. സമ്മതിച്ചു. എന്നാൽ ഈ പെൺകുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല.
ഇവൾ മരിച്ചിട്ടില്ലെന്ന് ഞാൻ തെളിയിച്ചാൽ നേരത്തെ 4 തവണയും നിങ്ങൾ ചുട്ടരിച്ചത് ജീവനുള്ള ശരീരങ്ങളായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? അതിന് മാത്രം പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല. ആളുകൾ അമ്പരപ്പിൽ പരസ്പരം ഭദ്രന് നേരെയും നോക്കുന്നുണ്ടായിരുന്നു. കണാരനും സരസ്വതിക്കും പോലും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ. കാരണം മഹാമാന്ത്രികനായ നരനാരായണന് തെറ്റുപറ്റില്ലെന്നും ശാപം ഫലിക്കാതിരിക്കില്ലെന്നും അവർക്കറിയാം. അങ്ങനെയുള്ള ഒരാളെ തീരെ അവഗണിച്ച് മറ്റൊരാൾ സംസാരിക്കുന്നത് എങ്ങനെ സഹിക്കാനാവും? എങ്ങനെ വിശ്വസിക്കാനാവും? ഭദ്രൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി മിന്നിമറഞ്ഞു. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഈ പെൺകുട്ടിയുടെ ശരീരം നിങ്ങൾ ദഹിപ്പിക്കാൻ പോവുകയല്ലേ? തീ പിടിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ആത്മാവ് കുടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല, ഒക്കെ അങ്ങട് അഗ്നി വിഴുങ്ങും. അതുകൊണ്ട് ഞാൻ ചോദിച്ചതിന് മറുപടി നൽകുക. ഈ കുട്ടി ജീവിച്ചാൽ ബാക്കി കുട്ടികൾ മരിക്കാതെയാണ് നിങ്ങൾ ചിതയൊരുക്കിയതെന്ന് ഞാൻ പറയും. സമ്മതിക്കുമോ നിങ്ങൾ? വീണ്ടും നിശബ്ദത. ആദ്യം നാവ് ചലിച്ചത് ഭദ്രനോട് പഴയ കാര്യങ്ങൾ വിശദീകരിച്ച പ്രായമായ മനുഷ്യൻ തന്നെയായിരുന്നു. ഞാൻ വിശ്വസിക്കും, അയാൾ പറഞ്ഞു. പിന്നെ ഓരോരുത്തർ ആ ശബ്ദത്തെ പിന്തുടർന്നു. ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷേ ഈ കിടക്കണ ദമയന്തി ജീവിക്കണം, പഴയ പോലെ ആകണം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എനിക്കെന്തു തരും? എന്തും തരും, അങ്ങ് പറയുന്നതെന്തും. ശരി ശരി. ഗൂഢമായൊരു മന്ദഹാസത്തോടെ ഭദ്രൻ ചിതയ്ക്ക് നേരെ നീങ്ങി. സകലരും ആകാംക്ഷയോടെ ശ്വാസം മടക്കി പിടിച്ചു നിന്നു. എന്നാൽ ഇവിടെ തന്നെ മറ്റാരും കാണാതിരിക്കാൻ താൻ മാന്ത്രിക മലയം തീർത്തിട്ടില്ലെന്ന് ആജന്മശത്രു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നോ ഭദ്രൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ത്രിസന്ധ്യയ്ക്ക് അല്പം മുമ്പ് പൂജാമുറിയിലേക്ക് കയറിയതായിരുന്നു നരനാരായണൻ. കണാരൻ്റെയും സരസ്വതിയുടെയും ഇളയ മകളുടെ ശവദാഹം മനക്കണ്ണിൽ കാണണം. അതുകൂടി കണ്ടാലേ പണ്ട് കണാരൻ്റെ മൂത്ത മകൾ തൻ്റെ കർണത്തടിച്ചതിൻ്റെ വേദന മാറും. ഗ്രാമീണരെന്നും ഭീതിയോടെ മാത്രം തന്നെക്കുറിച്ച് ഓർക്കണം. ഈ ചിന്തയോടെയാണ് കുലദേവതയുടെ മുന്നിൽ വിളക്ക് തെളിച്ച് ആവണിപ്പലകയിലിരുന്ന് കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കിയത്. പക്ഷേ നരനാരായണൻ്റെ നെറ്റിച്ചുളിയുകയും കവളുകൾ കോപം കൊണ്ട് വലിഞ്ഞു മുറുകുകയും ചെയ്തു. ദമയന്തിയുടെ ചിതയ്ക്കരികിൽ ഭദ്രനും നാട്ടുകാരും. ചിതയ്ക്ക് നേരെ തിരിഞ്ഞ് ഭദ്രൻ എന്തിനോ ഉള്ള പുറപ്പാടാണ്. അതെന്തിനാണെന്ന് വളരെ വേഗം നരനാരായണൻ മനസ്സിലാക്കി. താനയച്ച പാമ്പ് വകവരുത്തിയ ദമയന്തിക്ക് ജീവൻ നൽകാനാണ് ഭദ്രൻ്റെ തീരുമാനം. അങ്ങനെ സംഭവിച്ചാൽ താൻ പറഞ്ഞതൊക്കെ വീൺവാക്കുകളായിത്തീരും. നാട്ടുകാരുടെ മുന്നിൽ തനിക്കുള്ള വിലയിടിയും. എന്തു വില കൊടുക്കേണ്ടി വന്നാലും ശരി, ദമയന്തി ജീവിക്കരുത്. നരനാരായണൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഭദ്രനും അത്തരമൊരു വിചാരത്തിലായിരുന്നു. നരനാരായണൻ കാരണമാണ് ഈ പെൺകുട്ടി മരിച്ചതെങ്കിൽ തീർച്ചയായും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാവും. അയാൾ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്. ഭദ്രൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഉത്കണ്ഠയിലായിരുന്നു നാട്ടുകാർ. അയാൾ തിടുക്കത്തിൽ അവരോട് പറഞ്ഞു, കഴിയുന്നത്ര നീളത്തിൽ കുറേ കയറ് കൊണ്ടുവരൂ, വേഗം വേണം. കൂട്ടിക്കെട്ടിയതായാലും കുഴപ്പമില്ല. അത് കേട്ടയുടൻ ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് ഓടി. അവർ കഴിയുന്നത്ര കയറുകൾ ശേഖരിച്ച് കൂട്ടിക്കെട്ടി കൊണ്ടുവന്നു. ഭദ്രൻ പടിഞ്ഞാറോട്ട് നോക്കി. ഏതു നിമിഷവും അസ്തമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പകൽ. തനിക്ക് കാവിലെത്തി പൂജ നടത്തണം. അതിന് പറ്റുന്നില്ലെങ്കിൽ തൽക്കാലം വിളക്ക് വെച്ചാലും മതി. ബ്രഹ്മദത്തൻ ആ കർമ്മം ചെയ്തിരുന്നെങ്കിൽ. പെടുന്നനെ ഭദ്രൻ കണ്ണടച്ചു. ആ മനസ്സിലെ സന്ദേഹം ബ്രഹ്മദത്തനിലേക്ക് പോയി. ഭദ്രേട്ടൻ വരാൻ വൈകുന്നത് എന്താണെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു ബ്രഹ്മദത്തൻ. അപ്പോഴാണ് കാതുകളിൽ മന്ത്രണം പോലെ ഭദ്രൻ്റെ ശബ്ദമുയരുന്നത് പോലെ തോന്നിയത്. ബ്രഹ്മദത്ത, ഞാൻ വരാൻ വൈകുകയാണെങ്കിൽ ചാമുണ്ഡി ദേവിക്ക് മുന്നിൽ വിളക്ക് വെച്ചിട്ട് നീ പ്രാർത്ഥന തുടങ്ങിക്കോളൂ. ബ്രഹ്മദത്തൻ അമ്പരപ്പോടെ ചുറ്റും നോക്കി. ഭദ്രേട്ടൻ്റെ ശബ്ദം തന്നെയല്ലേ താൻ കേട്ടത്? ഏതായാലും ആ ശബ്ദത്തെ അങ്ങനെ തന്നെ അനുസരിക്കാൻ അവൻ തീരുമാനിച്ചു. തൻ്റെ സന്ദേശം ബ്രഹ്മദത്തൻ ഗ്രഹിച്ചു എന്നറിഞ്ഞ ഉടൻ ഭദ്രൻ കയറുമായി നിൽക്കുന്ന ഗ്രാമീണരെ നോക്കി. ആ കയറ് കഴിയുന്നത്ര അകലത്തിൽ നമുക്ക് ചുറ്റുമായി വലിച്ചു കെട്ടിക്കൊള്ളൂ. മുറിഞ്ഞു പോകാവുന്നത് പോലെ വലിച്ചു കെട്ടരുത്. കയറിനുള്ളിൽ തന്നെ എല്ലാവരും നിൽക്കാവൂ. കയറിന് പുറത്ത് എന്തും നടന്നെന്നിരിക്കും. അതുകൊണ്ട് ആരും ഭയന്നോടരുത്. ഭീതിയോടെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ചിതയുടെ തലയ്ക്കൽ വച്ചിരുന്ന നിലവിളക്ക് ഭദ്രൻ അല്പം അകലേക്ക് മാറ്റിവെച്ചു. പിന്നെ അതിനു മുന്നിൽ തൊഴുകൈകളോടെ ചമ്രം പടിഞ്ഞ് കണ്ണുകൾ പൂട്ടിയിരുന്നു. തൻ്റെ പൂജാമുറിയിലെ ഈ രംഗങ്ങൾ നോക്കിയിരിക്കുകയായിരുന്ന നരനാരായണൻ്റെ കണ്ണുകൾ ക്രൂരമായി ഒന്ന് തിളങ്ങി. അയാളൊരു പിടി കറുകപ്പുല്ല് വാരി നെഞ്ചോട് ചേർത്തു. ആളുകൾ ശ്വാസമടക്കി നിൽക്കുകയാണ്. പെട്ടെന്ന്
ഒരു പാമ്പിൻ്റെ സീൽക്കാരം. ആളുകൾ ഭയത്തോടെ നോക്കി. ഒരു കരിമൂർഖൻ. അന്തിവെയിലിൻ്റെ നാളങ്ങളേറ്റ് അതിൻ്റെ ശൽഖങ്ങൾ തിളങ്ങി. പുല്ലുകൾക്കിടയിലൂടെ അത് ഒഴുകി വരുന്നത് പോലെ തോന്നി. നരനാരായണൻ്റെ കണ്ണുകൾ ആ പാമ്പിനെ കണ്ടെത്തി. നെഞ്ചോട് അടുക്കിപ്പിടിച്ചിരുന്ന കറുകപ്പുല്ല് അയാൾ മുകളിലേക്കെടുത്ത്. അടുത്ത നിമിഷം ആ പുല്ലുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു പക്ഷിയുടെ രൂപമായി. ഒരു മാത്ര. ഗരുഡനെ പോലെ ഒരു പക്ഷി വായുവിൽ പ്രത്യക്ഷമായി. അതിൻ്റെ ചിറകടിയിൽ ചെറുകുന്നത്ത് തറവാട് വിറച്ചു. അസാമാന്യമായ വലിപ്പമുണ്ടായിരുന്നു അതിന്. നരനാരായണൻ നിലവറയുടെ വാതിൽ തുറന്നുകൊടുത്തു. പക്ഷി ചിറകടിച്ച് പുറത്തേക്ക് പറന്നുപോയി. പുല്ലുകൾക്കിടയിലൂടെ ആ കരിമൂർഖൻ ദമയന്തിയുടെ ചിതയ്ക്കരികിലേക്ക് വരികയായിരുന്നു. ചുറ്റും കെട്ടിയിരുന്ന കയറിന് പുറത്തേക്ക് ആരും പോകരുതെന്ന് ഭദ്രൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആളുകൾ അപ്പോഴേ ഓടിക്കഴിഞ്ഞേനെ. പാമ്പിൻ്റെ ആഗമനം ശ്രദ്ധിക്കാതെ തന്നെ ഭദ്രൻ മന്ത്രജപം തുടരുകയായിരുന്നു. പാമ്പ് പതിയെ അടുക്കി വച്ചിരുന്ന വിറകിലേക്ക് ഇഴഞ്ഞു കയറി. പെട്ടെന്നാണ് ആകാശത്ത് ഭയാനകമായ ഒരു ചിറകടിയൊച്ച ഉയർന്നത്. ഭദ്രൻ ഒഴികെയുള്ളവർ മേൽപോട്ട് നോക്കിപ്പോയി. അവരുടെ കണ്ടങ്ങളിൽ നിന്നും അവ്യക്തമായ ഒരു ശബ്ദമായിരുന്നു. തങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിപ്പമുള്ള ഒരു പക്ഷി. അതിൻ്റെ ചിറകടിയുടെ ശക്തിയിൽ പറമ്പിലെ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ഒലഞ്ഞു. പക്ഷിയുടെ ചുണ്ട് വെള്ളിക്കത്തി പോലെ വെട്ടിത്തിളങ്ങി. ചുണ്ടുകൾ പിളർന്ന് അത് പാമ്പിനെ ലക്ഷ്യമാക്കി വെച്ച് താഴേക്ക് വരികയായിരുന്നു. മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്ന പാമ്പ് പെട്ടെന്ന് നിലത്തേക്ക് വീണ് ഒളിക്കാൻ ഇടം തേടി. പക്ഷെ ഭദ്രൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. താഴേക്ക് വന്ന പക്ഷിയിൽ നിന്നും പെട്ടെന്ന് തീപ്പൊള്ളലേറ്റതുപോലെ ഒരു ശബ്ദമായിരുന്നു. വന്ന വേഗത്തിൽ തന്നെ അത് മുകളിലേക്ക് കുതിച്ചു. ഒപ്പം അതിൻ്റെ കുറേ തൂവലുകൾ കാറ്റിൽ ചിതറിപ്പറക്കുകയും ചെയ്തു. വന്ന വഴിയെ തന്നെയാണ് അത് തിരിച്ചു പറന്നത്. പൂജാമുറിയിൽ ഈ രംഗം കണ്ടുകൊണ്ടിരുന്ന നരനാരായണൻ രോക്ഷം കൊണ്ട് അടിമുടി മുറച്ചു. തൻ്റെ മുഖത്തടിക്കുന്നതിന് തുല്യമായി പോയില്ലേ അത്? മഹാമാന്ത്രികനായ നരനാരായണനെ തോൽപ്പിക്കാനോ? എന്നും അന്തിമ വിജയം തനിക്ക് തന്നെയാണെന്ന് വിശ്വാസമുണ്ട്. മരണം പോലും താൻ ആഗ്രഹിക്കുമ്പോഴല്ലാതെ കടന്നു വരില്ല. തൻ്റെ ഒരു മൂർത്തി പരാജയപ്പെട്ടുവെന്ന് കരുതി എപ്പോഴും അങ്ങനെ സംഭവിക്കില്ലല്ലോ. നരനാരായണൻ അടുത്ത മൂർത്തിയെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷി മടങ്ങിപ്പോയി കഴിഞ്ഞിട്ടും ഭദ്രൻ കണ്ണുകൾ തുറന്നില്ല. ആ പാമ്പാകട്ടെ വീണ്ടും ദമയന്തിയുടെ ചിതയ്ക്ക് മുകളിൽ കയറിയിരുന്നു വിറകിലൂടെ മുകളിലേക്ക് കയറാൻ ഭാവിച്ചു. പക്ഷേ ഇത്തവണയും വിഘ്നമുണ്ടായി. അതുകണ്ടോ, ആരോ ഒരാൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ട് കെട്ടിയിരുന്ന കയറിന് പുറത്തേക്കായി. അവിടെ നൂറുകണക്കിന് കീരികൾ പാഞ്ഞു വരികയാണ്. ചെറുനായ്ക്കളോളം വലിപ്പമുള്ള കീരികൾ. അവയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പാമ്പ് പിന്നെയും താഴേക്ക് വീണു. എന്നാൽ ആ കീരിക്കൂട്ടം കയറിനടുത്തെത്തിയതും അന്തരീക്ഷത്തിൽ ചാട്ടയുടെ സീൽക്കാരം പോലുള്ള ഒരു ശബ്ദം. ദയനീയമായ വിലാപത്തോടെ കീരികൾ പിന്നിലേക്ക് തെറിച്ചു വീണു. അവ വീണ്ടും വീണ്ടും ആവേശത്തോടെ മുന്നോട്ട് കുതിക്കാൻ ഭാവിക്കുകയും പിന്നോട്ട് തെറിച്ചു വീഴുകയും ചെയ്തുകൊണ്ടിരുന്നു. ഭദ്രൻ അപ്പോഴും കണ്ണുകൾ തുറന്നില്ല. ചെറുകുന്നത്ത് തറവാട്ടിലെ പൂജാമുറി. ശരീരത്തിൽ ചാട്ടവാറടിയേറ്റതുപോലെ നരനാരായണൻ പൊളഞ്ഞു. ഭദ്രൻ താൻ കരുതുന്നതിനേക്കാൾ കേമനായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് തന്നെ ഒന്ന് കാണണമല്ലോ. നരനാരായണൻ അടുത്ത മന്ത്രം പ്രയോഗിച്ചു. അദൃശ്യനായി കയറിന് പുറത്തുനിന്നും ആരോ കീരികളെ ആക്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഗ്രാമീണർക്ക് സംശയമില്ലായിരുന്നു. നരനാരായണൻ തമ്പുരാനോളമോ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലോ കഴിവുള്ള ആരോ ആണത്. അവർ നോക്കി നിൽക്കെ മറ്റൊന്നുകൂടി സംഭവിച്ചു. പിന്നിലേക്ക് തെറിച്ചു വീണ കീരികൾ ഓരോ നിമിഷവും അപ്രത്യക്ഷമായി. ഭൂമി പിളർന്ന് അവ ഒന്നിച്ചു താണുപോയതുപോലെ. ആളുകൾ ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. പക്ഷെ അപ്പോൾ ദിഗന്ധം പിളർക്കുന്ന ഒരു അട്ടഹാസം അവിടെ മുഴങ്ങി. എല്ലാവരും നടുങ്ങി വിറച്ചുപോയി. കൊന്നത്തങ്ങോളം വരുന്ന ഒരു ഭീകരരൂപം. പുരുഷനോ സ്ത്രീയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മുഖം വികൃതമാണ്. തലമുടി നീണ്ടുകിടപ്പുണ്ട്. കഴുത്തിൽ അസ്ഥികൾ കോർത്ത വലിയ തലയൊട്ടിമാല. കൈകളിലെ നഖങ്ങൾ പാമ്പുകളെപ്പോലെ വളഞ്ഞു ചുരുണ്ട് കിടക്കുന്നു. ആ ഭീകരരൂപം ഒരു കാലുയർത്തി കയറിന് മുകളിലൂടെ അകത്തേക്ക് കയറാൻ ഭാവിക്കുകയാണ്. പക്ഷേ അതേ ക്ഷണത്തിൽ കയറൊരു ലോഹം പോലെ ചുട്ടുപഴുത്തു. ഘോരമായ ഒരലർച്ചയോടെ ആ ഭീകരരൂപം മറഞ്ഞു. ഛേ! നരനാരായണൻ രോക്ഷത്തോടെ നിലവറയിൽ നിന്നും ചാടി എണീറ്റു. നിലവറയിലെ നിലവിളക്കുകൾ ചവിട്ടിമറിക്കാനാണ് ആദ്യം നരനാരായണന് തോന്നിയത്. തൻ്റെ മൂർത്തികൾ ഓരോരുത്തരായി പരാജയപ്പെടുന്നു. ആ പാമ്പിനെ കൊണ്ട് ഭദ്രൻ വിഷമിറക്കിച്ചാൽ ഇല്ല, അങ്ങനെ തോൽപ്പിക്കാനാവില്ല തന്നെ. മനസ്സിനെ അടക്കി നിർത്തി നരനാരായണൻ വീണ്ടും
ആവണിപ്പലകയിൽ ഉറച്ചിരുന്നു. അടിക്കടി പരാജയങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നരനാരായണൻ പിൻവാങ്ങുമെന്നായിരുന്നു ഭദ്രൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ ആ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ക്ഷണത്തിൽ അടുത്ത ആക്രമണമുണ്ടായി. ഇത്തവണ അത് ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലായിരുന്നു. തെക്കുനിന്നും വീശി വന്ന ചുഴലിക്കൊടുങ്കാറ്റിൽ മണ്ണും കരിയിലകളും പറന്നു ചിതറി. ആളുകൾ ഭീതിയോടെ കണ്ണുകൾ അടച്ചു. നിൽക്കുന്ന മണ്ണോടെ പറന്നു പോകുമെന്ന് അവർക്ക് തോന്നി. പക്ഷെ ഭദ്രന് ഒരു കുലുക്കവും ഉണ്ടായില്ല. അത്ര വലിയ കാറ്റ് വീശിയിട്ടും ഭദ്രൻ്റെ മുന്നിലിരുന്ന നിലവിളക്കിൻ്റെ നാളം ഒന്നുലഞ്ഞതുപോലുമില്ല. വൃക്ഷങ്ങളെ കാറ്റ് വട്ടം ചുറ്റിച്ചു. ചില വൃക്ഷക്കൊമ്പുകൾ ഒടിഞ്ഞു തൂങ്ങി. തെങ്ങോലകൾ മുടിയഴിച്ചാടി. ആ കറുത്ത പാമ്പ് പുല്ലിൽ അമർന്നു കിടന്നു. ചെറുകുന്നത്ത് തറവാടിൻ്റെ നിലവറയിലിരുന്ന് നരനാരായണൻ വിയർത്തു കുളിച്ചു. തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇത്രമാത്രം കർമ്മങ്ങൾ ഒരിക്കലും വേണ്ടി വന്നിട്ടില്ല. അടിക്കടി പരാജയപ്പെടുന്ന മൂർത്തികൾ തനിക്കെതിരെ തിരിയാനും ഇടയുണ്ട്. എങ്കിലും നാട്ടുകാരുടെ മുന്നിൽ പരാജയപ്പെടുന്നതിനേക്കാൾ ഭേദം ഭരണമാണെന്ന് നരനാരായണൻ്റെ മനസ്സ് മന്ത്രിച്ചു. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരു കർമ്മം കൂടി നടത്താൻ അയാൾ തീരുമാനിച്ചു. ഇത്തവണ തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള അഗ്നിമുഖനെയാണ് പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. മറ്റൊന്നിനും കഴിഞ്ഞില്ലെങ്കിൽ അടുക്കി വച്ചിരിക്കുന്ന വിറകും അതിനുള്ളിലിരിക്കുന്ന ദമയന്തിയുടെ ശരീരവും ഭസ്മമാക്കുക. പിന്നീട് ഒരിക്കലും ദമയന്തിയെ തിരിച്ചു കൊണ്ടുവരാൻ ഭദ്രന് കഴിയില്ലല്ലോ. അഗ്നിമുഖരെ പ്രീണിപ്പിക്കാനുള്ള മന്ത്രങ്ങൾ നരനാരായണൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഏതാനും മാത്രയ്ക്കുള്ളിൽ മുന്നിലെ ഹോമാഗ്നിയിൽ മിന്നാമിനുങ്ങിൻ്റേത് കണക്കെ ഒരു ചെറിയ വെളിച്ചമുണ്ടായി. നരനാരായണൻ പുഞ്ചിരിച്ചു. നിനക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം അവിടെ കിട്ടും. പോയി എല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോന്നോളൂ. ആ ചെറിയ വെളിച്ചം മുകളിലേക്ക് ഉയർന്ന് പുറത്തേക്ക് പറന്നുപോയി. വെളിച്ചം മിന്നാമിനുങ്ങിൻ്റെ അത്രമേ ഉള്ളുവെങ്കിലും ആ വലിയ തറവാടിനെ തന്നെ ഭസ്മമാക്കുവാനുള്ള ചൂട് അതിനുണ്ടായിരുന്നു. അപ്പോൾ കരിനാഗം വീണ്ടും ദമയന്തിയുടെ ശരീരത്തിലേക്ക് അടുക്കുകയായിരുന്നു. വിറകുകൾക്കിടയിൽ അത് മുകളിലേക്ക് എത്തിയതും ആരുടെയോ നിലവിളിയുയർന്നു. അയ്യോ തീയ്! ഇത്തവണ ഭദ്രനും കണ്ണുകൾ തുറന്നു. ആളുകൾ കൂട്ട നിലവിളി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മിന്നൽ വേഗത്തിൽ ആകാശത്തുകൂടി അങ്ങോട്ടടുക്കുന്ന ഒരു തീഗോളം ഭദ്രനും കണ്ടു. ഒരു വൈക്കോൽ തുറുവിനോളം വലിപ്പമുണ്ടായിരുന്നു അതിന്. ഒരു മാത്ര ഭദ്രനും പതറിപ്പോയി. പക്ഷെ അപകട നേരത്തെ ധൈര്യമാണ് പ്രധാനം. ഞൊടിയിടയിൽ അയാൾ കണ്ണുകൾ പൂട്ടി വരുണനെ പ്രാർത്ഥിച്ചു. പ്രീണന മന്ത്രം ജപിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ദിഗന്ധം നടുങ്ങുന്ന ഇടിനാദം. ഒപ്പം തുള്ളിക്കൊരു കുടം വെച്ച് മഴ പെയ്യാൻ തുടങ്ങി. പാഞ്ഞു വന്ന അഗ്നികോളം ഒരു നിമിഷം നിശ്ചലമായി. വെള്ളത്തുള്ളികൾ വീണപ്പോൾ അതിൽ നിന്നും പുകപടലങ്ങൾ ഉയർന്നു. ആളുകൾ അമ്പരപ്പോടെ അത് നോക്കി നിന്നു. മഴയിൽ നനഞ്ഞു കുളിക്കുകയായിരുന്നു അവരും. അപ്പോഴും ഭദ്രന് മുന്നിൽ വിളക്കണഞ്ഞില്ല. മുറിവേറ്റതുപോലെ ഒരു ശീൽക്കാരത്തോടെ ആ തീഗോളം തിരികെ പാഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പകുതി വെളിച്ചമേ അപ്പോൾ അതിനുണ്ടായിരുന്നുള്ളൂ. ദിവ്യദൃഷ്ടിയിൽ ഈ കാഴ്ച കാണുകയായിരുന്ന നരനാരായണൻ തീപ്പൊള്ളലേറ്റതുപോലെ ആവണിപ്പലകയിൽ നിന്നും ചാടി എഴുന്നേറ്റു. പരദേവതയെ കാത്തുകൊള്ളണേ! കുലദേവതയുടെ വിഗ്രഹത്തിന് മുന്നിൽ അയാൾ തൊഴുകൈകളോടെ നിന്ന് വിറച്ചു. കൈവിട്ടുപോയ അസ്ത്രം പോലെയാണ് അഗ്നിമുഖൻ. ലക്ഷ്യം നിറവേറ്റാതെ തിരിച്ചു വിളിക്കാൻ കഴിയില്ല. പരാജയപ്പെട്ട് മടങ്ങേണ്ടി വന്നാൽ ഇത്രയും കോപാന്തനായ മറ്റൊരു മൂർത്തിയുമില്ല. എന്തെങ്കിലും ഭസ്മമാക്കിയേ അതടങ്ങൂ. ഇപ്പോൾ അഗ്നിമുഖൻ്റെ മുഖത്ത് ഏറ്റവും വലിയ ശത്രു താനായിരിക്കുമെന്ന് നരനാരായണൻ അറിയാം. പരാജയപ്പെടുന്നിടത്തേക്ക് തന്നെ പറഞ്ഞയച്ചവനോടായിരിക്കും അഗ്നിമുഖന് ഏറ്റവും കോപം. പരദേവതയുടെ മുന്നിൽ നരനാരായണൻ സാഷ്ടാംഗ പ്രണാമം നടത്തി. അഗ്നിമുഖനെ വഴിതിരിച്ചു വിടണേ അമ്മേ! പെട്ടെന്ന് പുറത്തൊരു നിലവിളി കേട്ടു. അതെന്തെന്നറിയാൻ നരനാരായണൻ നിലവറയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പൂമുഖത്തേക്ക് ചെന്നു. മാധുരിയും മക്കളും നിലവിളിക്കുകയാണ്. പുറത്ത് പകൽ പോലെ വെളിച്ചം. തെക്കോട്ട് നോക്കിയ നരനാരായണന് പക്ഷെ ആശ്വാസമാണ് തോന്നിയത്. ആ നേരത്ത് ദമയന്തിക്ക് ചിതയൊരുക്കിയ ഭാഗത്ത് മഴ ശമിച്ചിരിക്കുന്നു. ഇരുൾ ചിറകു വിരിച്ചെത്തി. അതിനിടയിൽ ആ കറുത്ത പാമ്പ് ദമയന്തിയുടെ കാൽക്കലെത്തിയിരിക്കുന്നതായി എല്ലാവരും കണ്ടു. പിന്നെ നേരത്തെ ദംശിച്ച ഭാഗത്ത് വീണ്ടും പല്ലുകളാഴ്ത്തി വിഷം വലിച്ചെടുക്കുന്നു. അല്പനേരത്തിന് ശേഷം വിറകിൻ്റെ പുറത്തു നിന്നും തറയിലേക്ക് വീണ പാമ്പ് ഒന്ന് പുളഞ്ഞു. പിന്നെ അതിൻ്റെ ശരീരം നിശ്ചലമായി. നിലവിളക്കിൻ്റെ തിരിനീട്ടിക്കൊണ്ട് ഭദ്രൻ എഴുന്നേറ്റു. അയാൾ പാമ്പിനടുത്തെത്തി. നിലവിളക്കിൽ നിന്നും ഒരു വിരൽ മുക്കി എണ്ണയെടുത്തിട്ട് മന്ത്രം ജപിച്ചുകൊണ്ട് അയാൾ പാമ്പിൻ്റെ ശരീരത്തിൽ വീഴ്ത്തി.
അത്ഭുതം! പെട്ടെന്ന് പാമ്പൊരു വാഴനാരായി മാറി. ഭദ്രൻ ആ വാഴനാര് കയ്യിലെടുത്ത് മറ്റുള്ളവരെ കാണിച്ചു. നോക്കൂ, വാഴനാര് കടിച്ച് ആരെങ്കിലും മരിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആളുകൾ വിശ്വാസം വരാതെ പരസ്പരം നോക്കി. ഭദ്രൻ പുഞ്ചിരിച്ചു. അപ്പോൾ ഞങ്ങളെ കുഞ്ഞ്? കണാരനും സ്വാതിയും നിലവിളിച്ചു. എന്തിനാ കരയുന്നത്? പേര് ചൊല്ലി വിളിച്ചോളൂ. ദമയന്തി, എഴുന്നേറ്റ് വരൂ. അത് കേൾക്കാത്ത താമസം അവർ മാത്രമല്ല, അവിടെ നിന്നിരുന്ന എല്ലാവരും ഒരേ ശബ്ദത്തിലാണ് വിളിച്ചത്. മോളെ ദമയന്തി! എന്തോ? അടുക്കി വെച്ചിരുന്ന വിറകിന് മുകളിൽ നിന്നും വിളി കേട്ടുകൊണ്ട് ദമയന്തി എഴുന്നേറ്റു. ചുറ്റും നിന്നവരെ അവൾ അമ്പരപ്പോടെ നോക്കി. പിന്നെ താൻ കിടന്ന വിറകടുക്കിലേക്കും. അവൾക്കൊന്നും മനസ്സിലായില്ല. എന്താ എല്ലാവരും കൂടി? ഞാനെങ്ങനെ ഇവിടെ? എല്ലാം പറയാം പൊന്നുമോളെ. സരസ്വതി മകളെ കെട്ടിപ്പിടിച്ച് താഴെ ഇറക്കി. ആദ്യം മോള് ഇദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങ്. കണാരൻ ദമയന്തിയെ ഭദ്രനടുത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ എവിടെ അദ്ദേഹം? കണാരൻ ചോദിക്കുന്നത് കേട്ടാണ് മറ്റുള്ളവരും ഭദ്രനെ തിരഞ്ഞത്. നിലവിളക്ക് തറയിലിരിപ്പുണ്ട്. ഭദ്രൻ്റെ പൊടി പോലും അവിടെയെങ്ങുമില്ല. ആരാണ് അദ്ദേഹം? ജനങ്ങൾ മുഖാമുഖം നോക്കി. ആവോ, കഴിഞ്ഞ കുറേ ദിവസമായി ഈ വഴിയെ വരുന്നത് കണ്ടിട്ടുണ്ട്. ആരോ പറഞ്ഞു. ഈശ്വരാ, അങ്ങ് വേഷം മാറി വന്നതാണോ? കണാരൻ ആകാശത്തേക്ക് മിഴികൾ ഉയർത്തി. ഏതായാലും അദ്ദേഹം പറഞ്ഞത് നേരാ കണാര. മറ്റുള്ള 4 പേരെയും ജീവനോടെയാണ് നമ്മൾ ദഹിപ്പിച്ചത്. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം! കണാരൻ തലയ്ക്ക് കൈ കൊടുത്തുപോയി. അപ്പോൾ ഭദ്രൻ കാവിൽ ചാമുണ്ഡി ദേവിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ബ്രഹ്മദത്തൻ അവിടെ വിളക്ക് കൊളുത്തിയിരുന്നു. അമ്മേ, പൂജ തുടങ്ങുമ്പോൾ അടിയൻ വൈകിയതിൽ പൊറുക്കണേ. മൗനമായി പ്രാർത്ഥിച്ചിട്ട് അയാൾ വേഗം പോയി ദേഹശുദ്ധി വരുത്തി മടങ്ങി വന്നു. പൂജ തുടങ്ങി. അത്രയും നേരം ബ്രഹ്മദത്തനോട് ഒരക്ഷരം പോലും സംസാരിച്ചില്ല. അവൻ അങ്ങോട്ടും ഒന്നും ചോദിച്ചില്ല. ഭദ്രേട്ടൻ മടങ്ങി വരാൻ വൈകിയതിന് തക്കതായ കാരണം കാണുമെന്ന് അവൻ അറിയാമായിരുന്നു. തന്നോട് പറയാൻ പറ്റിയ കാര്യമാണെങ്കിൽ പറയുകയും ചെയ്യും. അയാളെ പറയാതെ തന്നെ പൂജയ്ക്ക് ആവശ്യമായ സാമഗ്രികൾ അവൻ എടുത്തു നൽകിക്കൊണ്ടിരുന്നു. പൂജ അവസാനിച്ചപ്പോൾ 7:30 നാഴിക ഇരുട്ടി. പിന്നീട് ലഘുഭക്ഷണ സമയത്താണ് താമസിക്കാനുണ്ടായ കാരണം ഭദ്രൻ അവനോട് പറഞ്ഞത്. വിസ്മയത്തോടെ അത് കേട്ടിരുന്നു പോയി ബ്രഹ്മദത്തൻ. എല്ലാം കഴിഞ്ഞപ്പോൾ ഉദ്യോഗത്തോടെ അവൻ തിരക്കി. അപ്പോൾ നരനാരായണമായി ശരിക്കുള്ള അംഗം തുടങ്ങിക്കഴിഞ്ഞു അല്ലേ ഭദ്രേട്ടാ? ഭദ്രൻ അമർത്തിയൊന്ന് മൂളി. ദിവസങ്ങൾ കടന്നു പോവുകയായിരുന്നു. ഗ്രാമീണർ അപ്പോഴും ദമയന്തിയുടെ ജീവൻ തിരികെ നൽകി ദിവ്യശക്തിയുള്ള ആ മനുഷ്യനെ തിരയുകയായിരുന്നു. ഭദ്രൻ പിന്നീട് ആ വഴിയല്ല സാധനങ്ങൾ വാങ്ങാൻ പോയത്. കടയുടെ ഭാഗത്ത് അയാളെ അറിയുന്നവർ ഉണ്ടായിരുന്നില്ല താനും. പകയുടെ വിഷം മുറ്റി നിൽക്കുകയായിരുന്ന നരനാരായണൻ്റെ ഉള്ളിലും. ഗ്രാമീണർക്ക് മുന്നിൽ താൻ കഴിവ് കെട്ടവനായി ചിത്രീകരിച്ച ഭദ്രനെ എങ്ങനെയും ഉന്മൂലനം ചെയ്യുമെന്ന് അയാൾ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിരുന്നു. താൻ ഇന്നുവരെ പഠിച്ച മന്ത്രതന്ത്രങ്ങൾക്കൊന്നും അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന തോന്നൽ എങ്ങനെയോ അയാളെ മനസ്സിലുണ്ടായി. അടുത്ത ദിവസം മുതൽ പകൽ നേരങ്ങളിൽ പോലും നരനാരായണൻ നിലവറയിലായിരുന്നു. താളിയോല ഗ്രന്ഥങ്ങൾ അടുക്കി വെച്ചിരുന്ന പെട്ടി അയാൾ തുറന്നു. 100 കണക്കിന് മന്ത്രങ്ങളും അവയുടെ പ്രയോഗങ്ങളുമെല്ലാം വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുള്ള അമൂല്യ ഗ്രന്ഥങ്ങൾ. തലമുറകളായി അനന്തരാവകാശികൾക്ക് കൈമാറിപ്പോന്നവയായിരുന്നു അത്. അവയുടെ 4-1 പോലും താൻ ഇനിയും പഠിച്ചിട്ടില്ലെന്ന് നരനാരായണൻ ഓർത്തു. ദിവസങ്ങളോളം നീണ്ട തിരച്ചിലിനിടയിൽ ഭദ്രനെ തകർത്തു തരിപ്പണമാക്കാൻ പോകുന്ന ഒരു മന്ത്രവിധി അടങ്ങിയ താളിയോലക്കെട്ട് നരനാരായണന് കിട്ടുക തന്നെ ചെയ്തു. അധ്യായം 12. താളിയോല ഗ്രന്ഥത്തിലേക്ക് നോക്കി ഒന്ന് പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നി നരനാരായണന്. പ്രയോഗങ്ങൾ അല്പം കടുത്തതാണെങ്കിലും ഭദ്രന് ഇനി ഒരിക്കലും ജയിക്കാനാവില്ല. നരനാരായണൻ ശ്രദ്ധയോടെ ആ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി. താൻ ഇന്നുവരെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെക്കാൾ ആയാസകരമാണിത്. മാത്രമല്ല, എവിടെയെങ്കിലും ഒരു മാത്ര പിഴച്ചു പോയാൽ തനിക്ക് തന്നെ മരണം സുനിശ്ചിതം. എല്ലാം വായിച്ചു കഴിഞ്ഞ് ഈ കർമ്മം നടത്തണോ വേണ്ടയോ എന്ന് 2 വട്ടം ചിന്തിച്ചു നരനാരായണൻ. ഒരു നൂൽപ്പാലത്തിലൂടെ നടക്കുന്നതിന് തുല്യമാണ് ഈ കളി. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. എന്നാലും പിൻവാങ്ങുവാൻ ഒരുക്കമല്ലായിരുന്നു അയാൾ. മരിക്കുന്നുവെങ്കിൽ അത് ഭദ്രനെ തറ പറ്റിച്ചതിനു ശേഷം മാത്രം. ഈ ചിന്തയോടെ അടുത്ത ദിവസം മുതൽ അയാൾ ഒരുക്കങ്ങൾ തുടങ്ങി. പഞ്ചപിശാചിനി എന്ന ഉഗ്രമൂർത്തിയെയാണ് വരുതിയിൽ കൊണ്ടുവരേണ്ടത്. 5 പിശാചുക്കളുടെ കരുത്താണ് പഞ്ചപിശാചിനിക്ക്.
വരുതിയിൽ വന്നു കഴിഞ്ഞാൽ എന്തു പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കും. കർമ്മങ്ങൾ ആരംഭിക്കും മുമ്പ് തന്നെ ശക്തനും സുന്ദരനുമായ ഒരു പുരുഷനെ തനിക്ക് ആവശ്യമുണ്ട്, പഞ്ചപിശാചിനിക്ക് കാണിക്ക അർപ്പിക്കുവാൻ. ഗ്രാമത്തിലുള്ള പല യുവാക്കന്മാരുടെയും രൂപങ്ങൾ അയാളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. അക്കൂട്ടത്തിൽ ഒരു രൂപം ഉറപ്പിക്കുകയും ചെയ്തു. ഇനി കർമ്മങ്ങളിലേക്ക് കാര്യസ്ഥൻ വേലുനായരെ വിളിച്ചു വരുത്തി പൂജയ്ക്ക് വേണ്ട സാധന സാമഗ്രികൾ 3 ദിവസത്തിനുള്ളിൽ തറവാട്ടിലെത്തിക്കുവാൻ ആജ്ഞാപിച്ച് അതിൻ്റെ കുറിപ്പടി കൊടുത്തു. അടുത്ത നാൾ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് നഗ്നനായി ശ്മശാനത്തിലേക്ക് പോയി. അവിടെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് പഞ്ചപിശാചിനിയുടെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് പ്രീണന മന്ത്രങ്ങൾ ഉരുവിട്ട് തുടങ്ങി. പുലർച്ചെ ആദ്യത്തെ കോഴി കൂവുന്ന നേരത്ത് അവിടെ നിന്ന് മടങ്ങി. ഇങ്ങനെ 2 നാൾ കഴിഞ്ഞു. 3-ാം നാൾ ചുടലക്കളത്തിലെ ഭസ്മവും പൂശിയാണ് അയാൾ പ്രീണന മന്ത്രം ഉരുവിട്ട് തുടങ്ങിയത്. അതുവരെ നിശ്ചലമായിരുന്ന പ്രകൃതി നിശബ്ദതയിലെ ചിതറി വീഴുന്ന ചീവീടുകളുടെ ശബ്ദം. പെടുന്നനെ ചീവീടുകൾ പെട്ടെന്ന് നിശബ്ദരായി. പ്രകൃതിയിൽ ഒരു ഇളംകാറ്റ് വീശി. പിന്നെ അതിന് ശക്തി കൂടി. ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപം പൂണ്ടു. ശ്മശാനത്തിൽ നിന്നും തേങ്ങലുകൾ ഉയർന്നു. നായ്ക്കൾ കൂട്ടമായി മൂങ്ങി. വൃക്ഷങ്ങളിൽ ചേക്കേറിയിരുന്ന പക്ഷികൾ ചിറകടിച്ച് പലായനം ചെയ്തു. അളിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം അവിടെ ആകെ പരന്നു. നരനാരായണൻ കണ്ണുകൾ തുറക്കാതെ അപ്പോഴും അതിദ്രുതം മന്ത്രം ചൊല്ലുകയായിരുന്നു. ശ്മശാനത്തിൻ്റെ നടുവിൽ ഭൂമി പെട്ടെന്ന് പിളർന്നു. അതുവഴി തീപ്പൊരികൾ മുകളിലേക്ക് ഉയർന്നു. ഒപ്പം കനത്ത പുകയും. ഒടുവിൽ മണ്ണിൽ നിന്നും ഒരു അസ്ഥികൂടം ഉയർന്നു വന്നു. തറയിൽ നിന്നും ഒരടിയോളം ഉയരത്തിൽ അതങ്ങനെ നിന്നു. തലയോട്ടിയിലെ കണ്ണുകളുടെ കുഴിയിൽ ചുവന്ന മിന്നാമിനുങ്ങുകൾ പോലെ 2 തിളക്കങ്ങൾ. ക്രമേണ അത് കണ്ണുകളായി. ഒപ്പം ശരീരാസ്ഥികളിലെ മാംസം ഉണ്ടാകുവാൻ തുടങ്ങി. മാംസത്തിന് മുകളിലെ തൊലി കിളിർത്തു. തലയോട്ടിക്ക് പുറത്തുണ്ടായ തൊലിയിൽ നിന്നും മുടി കിളർത്ത് നീണ്ടിറങ്ങി കാൽമുട്ടോളം. അലൗകികമായ ഒരു പ്രകാശം ആ ശരീരത്തെ പൊതിഞ്ഞു നിന്നിരുന്നു. ഇന്നേ വരെ ഭൂമിയിൽ പിറന്നിട്ടില്ലാത്ത ഒരു യുവതിയുടെ സൗന്ദര്യമായിരുന്നു അവൾക്ക്. ഒതുങ്ങിയ അരക്കെട്ടും നിറമാരടങ്ങളും. ഒരു നിമിഷം കൂടി കഴിഞ്ഞപ്പോൾ കടും ചുവപ്പ് നിറമുള്ള സാരിയും ബ്ലൗസും ആ ശരീരത്തെ മൂടി. നിലത്ത് തൊടാതെ അന്തരീക്ഷത്തിൽ ഒഴുകി അവൾ നരനാരായണൻ്റെ മുന്നിലെത്തി. ഇനി കണ്ണു തുറന്നോളൂ, അവൾ പറഞ്ഞു. നരനാരായണൻ കണ്ണു തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തെ അടിമുടി നോക്കി. ഇതോ പഞ്ചപിശാചിനി. അങ്ങനെ ചിന്തിച്ച മാത്രയിൽ അവൾ അട്ടഹസിച്ചു. ആ ശബ്ദം ഭൂമിയെ തന്നെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു. നരനാരായണൻ വിറച്ചുപോയി. അവൾ ചോദിച്ചു, നരനാരായണ, നിങ്ങൾക്കെൻ്റെ യഥാർത്ഥ രൂപം കാണണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങൾ ഭയന്നു മരിച്ചു പോകരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഈ രൂപത്തിൽ വന്നു നിന്നത്. നരനാരായണൻ അവളുടെ കാൽക്കൽ തലകുമ്പിട്ടിരുന്നു. അവൾ തറയിൽ കാൽ കുത്തി. അടിയനെ അനുഗ്രഹിച്ചാലും ശത്രുസംഹാരം നടത്തിത്തന്നാലും അയാൾ യാചിച്ചു. ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വിശപ്പും ദാഹവും അകറ്റണം. അതാവാം. ഇപ്പം നേരം പുലരാൻ പോകുന്നു. നാളെ ഇതേ നേരത്ത് അടിയൻ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ടാവും. നഗ്നനായി നിൽക്കുന്ന അയാളെ നോക്കിയാണ് പഞ്ചപിശാചിനി പറഞ്ഞത്. ഉടനെ അവൾ മറയുകയും ചെയ്തു. സംതൃപ്തിയോടെ നരനാരായണൻ തറവാട്ടിലെത്തി. ആ നേരത്ത് എന്തോ പോക്കിനാവ് കണ്ട ഭദ്രൻ ഞെട്ടിയുണർന്നു. അപ്പോൾ തന്നെ ഒരു പൂവൻ കോഴി കൂവുന്നതിൻ്റെ ഒച്ചയും കാതിൽ വന്നലച്ചു. അമ്മേ ചാമുണ്ഡി ദേവി, അയാൾ പ്രാർത്ഥിച്ചു. പുലർച്ചയോടെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് അയാളുടെ അന്തരംഗം പിറുവിറുത്തു. ബ്രഹ്മദത്ത, അയാൾ അവനെ വിളിച്ചുണർത്തു. വരൂ, ദേഹശുദ്ധി നടത്തിയിട്ട് ഉടനെ എത്തണം. ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ ഭദ്രനെ അനുസരിച്ചു. ഇരുവരും കുളി കഴിഞ്ഞു വന്ന ഉടനെ ചാമുണ്ഡി ദേവിക്ക് മുന്നിൽ പത്മാസനത്തിലിരുന്നിട്ട് ഭദ്രൻ പ്രഭാത പൂജ നടത്തി. അനന്തരം ബ്രഹ്മദത്തനോട് പറഞ്ഞു, ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. പറയുന്നത് അതേപടി അനുസരിക്കണം നീ. അവൻ തലകുലുക്കി. അയാൾ തുറന്നു. എൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്ന് പരദേവത അറിയിക്കുന്നു. അതുകൊണ്ട് നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ നിനക്ക് മന്ത്രസിദ്ധിയുടെ ആദ്യ പാഠങ്ങൾ പകർന്നു തന്നിട്ട് എൻ്റെ ആത്മാവ് ദേഹം വെടിയും. അപ്രതീക്ഷിതമായി ഈ വാർത്ത കേട്ട ബ്രഹ്മദത്തൻ ഞെട്ടിപ്പോയി. എന്തൊക്കെയോ ഭദ്രനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവന്.
പക്ഷെ അങ്ങോട്ടൊന്നും ചോദിക്കരുതെന്ന് അയാൾ പറഞ്ഞതിൽ അവൻ കുഴങ്ങി. അവൻ്റെ മനസ്സറിഞ്ഞവെന്നും ഭദ്രൻ പറഞ്ഞു, നീ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ബ്രഹ്മദത്ത. നിന്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം തന്നിട്ടേ എൻ്റെ ദേഹം വെടിയും. ആ വാചകങ്ങൾ അവന് ആശ്വാസം നൽകിയെങ്കിലും ഭദ്രേട്ടൻ തന്നെ വിട്ടുപോവുക എന്ന് പറയുമ്പോൾ താൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാവുക എന്നോർക്കുമ്പോൾ ഭദ്രൻ ചിരിച്ചു. നമ്മളൊക്കെ വിഭിന്ന ശരീരങ്ങളല്ലേ ബ്രഹ്മദത്ത. ഭൂമിയിൽ ഇന്നത് മാത്രമേ ചെയ്യുവാൻ ജഗദീശ്വരൻ നിർദ്ദേശിച്ചിട്ടുള്ളൂ. വിജയമായാലും പരാജയമായാലും അതിൽ കൂടുതൽ ഒന്നിനും ആവില്ല. നിസാരനായ മനുഷ്യന് പൂർത്തിയായ കർമ്മങ്ങൾ തൃപ്തിപ്പെട്ട് ഇവിടെ നിന്നും യാത്രയാവുക, അത്ര തന്നെ. എനിക്കാണെങ്കിൽ നരനാരായണൻ്റെ പതനം പൂർണ്ണമായും കണ്ടിട്ട് ഇവിടെ നിന്നും മടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറ്റില്ല, നിയോഗം അതായിപ്പോയി. സാറില്ല, എനിക്ക് ശേഷം നിനക്കതാവും. അങ്ങനെയാണ് കാണുന്നത്. ഭദ്രൻ പറയുന്നതും പലതും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ബ്രഹ്മദത്തിന്. എന്നിട്ടും മൗനം പാലിച്ചു. പ്രഭാതമായി. അപ്പോഴും ഭദ്രൻ ചാമുണ്ഡി ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ പത്മാസനത്തിലിരുന്നിട്ട് തുടരുകയായിരുന്നു. മന്ത്രസിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ നരനാരായണനെ കീഴ്പ്പെടുത്താനുള്ള കഴിവ് കിട്ടിയെന്ന് ബോധ്യായ പിന്നീടൊട്ടും അമാന്തിക്കരുത്, ആഞ്ഞടിക്കണം. അതിനു മുമ്പ് അയാളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹം കൈക്കലാക്കണം, വേണ്ട വിധികളോടെ. അതോടെ നരനാരായണൻ്റെ ശക്തി മുക്കാലും പോകും. അപ്പോൾ അയാൾ വരുതിയിൽ നിർത്തിയിരിക്കുന്ന മൂർത്തികൾ നിന്റെ കൂടെ ചേരും. പിന്നെ അയാൾ ഏറ്റവും ദ്രോഹിച്ച ഒരാളുടെ ആത്മാവിനെ നീ തുറന്നു വിടണം. ആ ആത്മാവിനാലായിരിക്കും അയാളുടെ അന്ത്യം. ബ്രഹ്മദത്തൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. മന്ത്രസിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ നിനക്ക് അല്പകാലം തങ്ങേണ്ടി വരും. പക്ഷെ ഒരു പക്ഷി ഇവിടെ വരും, ഒരു കഴുകൻ. അത് നിനക്ക് വഴിതെളിക്കും. അതിന് പിന്നാലെ പോകുമ്പോൾ പശ്ചിമദിക്കിൽ ഒരു ജലപാതക്കരികിൽ നീ എത്തും. അവിടെ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു ഗുഹയുണ്ട്. അതിനുള്ളിലാണ് നിന്റെ ശിഷ്ടജീവിതം. അമൂല്യ ഗ്രന്ഥങ്ങളുടെ ഒരു അറ അതിനുള്ളിലുണ്ട്. നിനക്ക് പുതിയ മന്ത്രങ്ങൾ പഠിക്കാനും പ്രയോഗിക്കാനും അവ സഹായകരമാകും. നരനാരായണൻ്റെ കുടുംബക്ഷേത്രത്തിൽ നിന്നെടുക്കുന്ന ദേവീ വിഗ്രഹം നീ അതിനുള്ളിൽ സ്ഥാപിച്ച് 2 നേരം മുടങ്ങാതെ പൂജിച്ചാദരിക്കണം. ഇഷ്ടവരദായിനിയാണ് ദേവി, നിന്നെ ഒരിക്കലും കൈവിടില്ല. ഭദ്രൻ ഭൂതകാലത്തിൽ നിന്നും എന്തോ ചികഞ്ഞെടുക്കുന്നത് പോലെ അല്പനേരം ഇരുന്നു. പിന്നെ ചുണ്ടുകൾ ചലിച്ചു തുടങ്ങി. ഇനി നിന്നോട് ഇതുവരെ പറയാതിരുന്ന ഒരു കാര്യം പറയാം. എനിക്ക് നരനാരായണനോടും ആ കുടുംബത്തിൽപ്പെട്ടവരോടും പക തോന്നാനുള്ള കാരണം. ബ്രഹ്മദത്തൻ നിവർന്നിരുന്നു. ഭദ്രേട്ടനുമായി അടുത്ത നിമിഷം മുതൽ മനസ്സിൽ ഉയർന്നു നിന്നിരുന്ന ചോദ്യമാണിത്. ഭദ്രൻ അത് പറഞ്ഞു തുടങ്ങി. ഭദ്രൻ്റെ നാവിൽ നിന്നും വീഴുന്ന ഓരോ വാക്കിനും ബ്രഹ്മദത്തൻ കാതോർത്തു. ഭദ്രൻ പറഞ്ഞു, എൻ്റെ വീട് എലഞ്ഞിത്തറ എന്നൊരു ഗ്രാമത്തിലായിരുന്നു. നീ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. ഒത്തിരി പേരും പെരുമയുള്ള നാടായിരുന്നു അത്. ബ്രഹ്മദത്തൻ തലകുലുക്കി. അവിടെ ഒരു മഹാമാന്ത്രികനുണ്ടായിരുന്നു, എലഞ്ഞിത്തറ തമ്പാൻ. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവൻ. അദ്ദേഹത്തിൻ്റെ തറവാട് ആ നാട്ടിലെല്ലാവരും ബഹുമാനിക്കുന്ന ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ഞാൻ. അനന്തരാവകാശികൾ ഇല്ലാതിരുന്നതിനാലാണ് എന്നെ ശിഷ്യനാക്കാൻ അദ്ദേഹം തയ്യാറായത്. സദ്മന്ത്രവാദമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നിത്യബ്രഹ്മചാരിയായിരിക്കണം എന്നതാണ് അദ്ദേഹം എനിക്ക് തന്ന ഉപദേശം. അതിനനുസരിക്കുന്നതിനാൽ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ജീവിതം മറ്റുള്ളവർക്ക് നന്മ മാത്രം പകർന്നു നൽകുന്ന മാന്ത്രികനായി തീരണം എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളായിരുന്നു. പക്ഷേ എലഞ്ഞിത്തറ തമ്പാന് അതിസുന്ദരിയായ ഒരു അനന്തരവളുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയ അന്നു തന്നെ അവൾ എന്നെ കണ്ണുകൾ കൊണ്ട് കൊത്തിവലിക്കാൻ തുടങ്ങി. വർഷങ്ങൾ ഒത്തിരി മുൻപ് നടന്നതാണെങ്കിലും ഭദ്രൻ ഇന്നത്തെ പോലെ എല്ലാം കാണുകയായിരുന്നു. തുളസിത്തറയിൽ നിന്നും സന്ധ്യാപൂജയ്ക്കുള്ള തുളസിക്കതിർ എറുത്തെടുക്കുകയായിരുന്നു ഭദ്രൻ. അസ്തമയ സൂര്യൻ്റെ ചെങ്കതിർ എലിഞ്ഞിത്തറ തറവാട്ടുമുറ്റത്ത് ചെഞ്ചായം കലക്കി ഒഴിച്ചതുപോലെ ചിതറി വീണിരിക്കുന്നു. തമ്പാൻ പൂജാമുറിയിലാണ്. ഇന്ന് വിശേഷാൽ പൂജ എന്തോ ഉണ്ട്. എന്താണെന്ന് ഭദ്രന് വ്യക്തമായി അറിയില്ല. അപ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഏയ് ഭദ്രൻകുട്ടി. വിളി ഗൗരവത്തിലാണെങ്കിലും അതൊരു സ്ത്രീ ശബ്ദമാണെന്നും അതാരാണെന്ന് തനിക്കറിയാവുന്നതിനാൽ ഭദ്രൻ തിരിഞ്ഞു നോക്കിയില്ല. ഓഹോ, ഗൗരവത്തിലാണല്ലോ. അവൾ മുന്നിലേക്ക് വന്നപ്പോൾ കണ്ണുമയ്ക്കാതെ ഒരു മാത്ര നോക്കി നിന്നുപോയി ഭദ്രൻ. പട്ടുപാവാടയും പട്ടുടുപ്പും ധരിച്ച് 17 പോലും തികയാത്ത ഒരു പെണ്ണ്, പാഞ്ചാലി. അവളുടെ ശരീരത്തിനാണോ ധരിച്ചിരിക്കുന്ന ആഭരണത്തിനാണോ കൂടുതൽ തിളക്കമെന്ന് അറിയാൻ കഴിഞ്ഞില്ല. നനഞ്ഞ ചുവന്ന ചുണ്ടുകളും വിടർന്ന കരിനീല മിഴികളും
അവയിൽ നിറഞ്ഞു നിൽക്കുന്ന ദാഹം, 20 കാഴിയുള്ള മുഴുപ്പുള്ള നെഞ്ച്. അങ്ങനെ അവളെ നോക്കി നിന്ന ബ്രഹ്മചര്യം അവിടെ തന്നെ വീണുടയുമെന്ന് ഭദ്രന് അറിയാമായിരുന്നു. എങ്കിലും കണ്ണുകൾ പിൻവലിക്കാനാവുന്നില്ല. ഒരു ചൂണ്ട പോലെ അവളതിനെ കൊരുത്തിട്ടിരിക്കുന്നത് പോലെ. അസ്തമയമല്ല, സൂര്യോദയമാണ് തൻ്റെ മുന്നിലെന്ന് തോന്നിപ്പോയി ഭദ്രന്. എന്താ ഭദ്രൻകുട്ടി എങ്ങനെ? കളിപ്പാട്ടക്കടയിൽ മിഴിച്ചു നോക്കി നിൽക്കണ കുട്ടീനെ പോലെ അവൾ പൊട്ടിച്ചിരിച്ചു, കുപ്പിവളകൾ കിലുങ്ങുന്നത് പോലെ. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മളെത്തുന്നതായിരിക്കും. പിന്നെ നമ്മുടെ നോവൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. രാത്രി 12 മണിക്കാണ് അപ്ലോഡിങ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ ആളുകൾ ആ സമയത്തൊക്കെ ഉറക്ക് മാറ്റി വെച്ചിട്ട് കാണുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ എല്ലാം സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി നേരത്തെ ആക്കിയിട്ടുണ്ട്. രാത്രി 9 മണിക്ക് അപ്ലോഡ് ആവുന്ന രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് വരുന്ന ഒരു നോവലിൻ്റെ ഒരു പാർട്ട് എപ്പോഴും ഷെഡ്യൂളിങ്ങിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 3 പേർക്കാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരാളെ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെയും പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്യട്ടോ. അറിയിച്ച ആളുകൾ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ഒന്ന് സെൻഡ് ചെയ്യുക. ഞാൻ നമ്പർ അയച്ചിട്ടുണ്ട്, അതിലേക്കാണ് അഡ്രസ്സ് സെൻഡ് ചെയ്യേണ്ടത്. കനൽപ്പെയ്ത്താണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള നോവൽ. ബാക്കി 2 ഈ മാസം അവസാനമാണ് എത്തുക. അപ്പോൾ കനൽപ്പെയ്ത്ത് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളുടെ സഹകരണമൊക്കെ ഇനിയും തുറന്നുണ്ടാവണം. കേൾക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ശുഭദിനം.